എൻ്റെ സ്വന്തം റെസിപ്പിയിൽ ഒരു പാസ്ത ഉണ്ടാക്കാം. അങ്ങനെ ഐശ്വര്യമായിട്ട് തുടങ്ങാന്ന് വെച്ചപ്പോൾ എന്താ കറണ്ടും പോയി. അതോടുകൂടി എൻ്റെ കോൺഫിഡൻസ് പോയി ഗൈസ്. ഞാൻ പിന്നെ ഈ ഇരുട്ടത്തെ എങ്ങനെ ഉണ്ടാക്കും, ഇങ്ങനെ കാണിച്ചു തരും ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അങ്ങനെ എന്തായാലും ഇപ്പോൾ തുടങ്ങിപ്പോയി. ഇനിയിപ്പോൾ തീർക്കാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പരിപാടി അങ്ങോട്ട് തുടങ്ങി. വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിനകത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് വാട്ടി. അത് കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ച വെല്ലുള്ളി വീണ്ടും നമ്മൾ വാട്ടൽ. ഞാൻ ഈ ക്യാമറയിൽ നോക്കിയിട്ട് ഓരോന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാമെന്ന് കേട്ടോ ഗൈസ്. അതിൻ്റെ ഒരു ഭ്രാന്താണ്. അത് കഴിഞ്ഞ് നീളത്തിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എടുക്കുക. അതൊക്കെ നോട്ട് അങ്ങ് ബദറി അങ്ങോട്ട് കൊടുത്തിട്ട് അതും അങ്ങോട്ട് വാട്ട്. അത് കഴിഞ്ഞപ്പോൾ ആ കറണ്ട് അങ്ങോട്ട് വന്നു. കറണ്ട് വന്നപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ എനർജി അങ്ങോട്ട് ബൂസ്റ്റായി. പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ അങ്ങോട്ട് ചറപറ അങ്ങോട്ട് കുക്ക് ചെയ്യലായി. അപ്പോഴാണ് എനിക്കൊരു സംഭവം ഓർമ്മ. ഞാൻ വെളുത്തുള്ളി ഇട്ടില്ലല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, വേറെ അടുക്കളയിൽ പോയിട്ട് വെളുത്തുള്ളിയൊക്കെ എടുത്ത് തോല് വലിച്ച് മുറിച്ചങ്ങോട്ടിട്ട് അതും നല്ലോണം മിസ്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇടാനുള്ള സാധനമാണ് എന്ത് ചീര. അതും നമ്മളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വാട്ടുക. എനിക്കറിയാം ഗൈസ്, എന്നാലും ഫുള്ള് വാട്ടലാണ്, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇതിട്ട് എല്ലാം ഇട്ട് അങ്ങോട്ട് വാട്ടണം. അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് പിന്നെ നമ്മളെ മെയിൻ സാധനമുള്ള പാസ്ത. അത് ഞാൻ കുക്കറിൽ വേവിച്ച സാധനം പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് എടുത്തിട്ട് പാനിനകത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചും മറിച്ചിട്ട് വീണ്ടും നമ്മൾ മിക്സ് ആക്കിയിട്ട് നല്ലോണം അത് വേവിച്ചെടുത്ത് ആ ഗ്രേവിയൊക്കെ എന്നത് പിടിച്ച് വരെ അവിടെ ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത മെയിൻ സാധനം സോയാ സോസും. ഇതിൽ സോയാ സോസ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, സോസും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ അതൊക്കെ പാടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് കറക്റ്റാണോ നോക്കാൻ വേണ്ടി പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇളക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഫ്ലേവറിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് മസാല ഇടാന്ന് നോക്കിയിട്ട് കുറച്ച് ബിരിയാണി മസാല ഉണ്ടായിരുന്നു, അതിട്ട് കുറേ മിനിറ്റ് ഇത്തിരി ഇട്ടിട്ടുള്ളൂ. അതൊക്കെ ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ സാധനം റെഡി ആയി. ഞാൻ അങ്ങോട്ട് സെർവ് ചെയ്ത് അമ്മയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. മകളെ ചൂടണ്ടേ സ്പൈസി അല്ലേ? അടിപൊളി പാസ്ത നമ്മൾ പറഞ്ഞു.